ഹലോ ഗായ്സ്, അങ്ങനെ നമുക്കൊന്ന് ലണ്ടൻ വരെ പോയാലോ? യെസ്, നമ്മൾ ഈവനിങ് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിനും കെട്ടിവലിച്ച് കൊണ്ടുപോയി നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ തിരിച്ചു കഴിഞ്ഞ് വന്ന് എന്നിട്ട് വണ്ടിയിൽ ഇജുവും കൂടി അടിയായിരുന്നു. എന്തൊക്കെയോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അടിയായിരുന്നു. അങ്ങനെ നമ്മൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ചോക്ലേറ്റ് വാങ്ങിയിരുന്നു. അങ്ങനെ ചോക്ലേറ്റൊക്കെ വീട്ടിൽ വന്ന ഉടനെ തന്നെ അത് മെൽറ്റ് ചെയ്തു. ആൻഡ് ദെൻ അപ്പോഴത്തേക്ക് ഒരു അച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നൈസായിട്ട് സൈഡിൽ കൂടെ അതും കൂടി ടേസ്റ്റ് ചെയ്തു. ആൻഡ് ഗൈസ്, ചോക്ലേറ്റ് മെൽറ്റായത് ലേശം കരിഞ്ഞു പോയി. പക്ഷെ കരിഞ്ഞ ഭാഗങ്ങൾ ഞങ്ങൾ മാറ്റി വെച്ചിട്ട് ബാക്കി ഉള്ളത് കൊണ്ട് ഓണം പോലെ. യെസ് ഗൈസ്, അപ്പം പറഞ്ഞതുപോലെ ലണ്ടനിലോട്ട് പോവുമല്ല, ലണ്ടനിൽ വൈറലായ ഐറ്റം നമ്മൾ നമ്മുടെ പാവം ബഹ്റൈനിൽ വെച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. പക്ഷെ കുറച്ച് കുളമായെങ്കിലും ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ലേശം കരിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മളത് ആ ഭാഗം മാറ്റിയത് കൊണ്ടാവാം അത് വലിയൊരു സീനായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ആ ചോക്ലേറ്റ് ഓവനിൽ വെച്ച് അതങ്ങ് മെൽറ്റ് ചെയ്ത് നമ്മൾ മുറിച്ച് വെച്ച സ്ട്രോബെറി എല്ലാം അതിലൂടെ ഇട്ടിട്ട് കഴിക്കാൻ തുടങ്ങി. കഴിക്കുന്ന നേരത്ത് എൻ്റെ കുട്ടിയുടെ റിയാക്ഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും എവിടെയോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് ആദ്യത്തെ ഒരു സെറ്റ് സ്ട്രോബെറി തീർത്തു. ഇജു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇവളെന്താ എനിക്ക് തരാത്തത്, ഇവൾ മാത്രമാണല്ലോ തിന്നുന്നത് എന്ന്. ഇജിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടോ, അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.